ഞങ്ങളിൽ കാരുണ്യമേകിയിടണേ. നല്ല വചനവും നല്ല പ്രവൃത്തിയും ചെയ്തിടുവാൻ കൃപ ചൊരിയണമേ. സത്യസ്വരൂപനാം ദൈവമേ, ഞങ്ങളിൽ കാരുണ്യമേ. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെയാണ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ക്ലാസ് നടത്താനേറ്റ നമ്മുടെ ഈ സ്ഥാപനമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയും സാഹിത്യകാരനും കവിയും എഴുത്തുകാരനുമായ മധുമാഷാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ടീച്ചർ സൗമ ടീച്ചറെയും അതുപോലെ തന്നെ അബ്ദുൽ ഖാദറിനെയും ഉഷയെ എല്ലാവരെയും രക്ഷിതാക്കളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ വേദിയിലേക്ക് ഞാൻ സത്യനാഥനെ അവരെ ക്ഷണിച്ചു. ഇന്ന് എല്ലാത്തിനേക്കാളും കൂടുതൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് എവിടെയൊക്കെ മരങ്ങളുണ്ടോ അതൊക്കെ വെട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് വെട്ടി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ്. മരങ്ങളില്ലെങ്കിൽ ഭൂമിയില്ല, മരങ്ങളില്ലെങ്കിൽ മനുഷ്യ. ഷസീർ മാസ്റ്റർ അവരുടെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സത്യനാഥൻ അവர்கள், ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫൈസൽ വെട്ടത്തൂർ, എൻ്റെ സുഹൃത്തും കൂട്ടുകാരനൊക്കെയായിട്ടുള്ള നമ്മുടെ പ്രദേശത്തെ സാഹിത്യകാരൻ മധു അറന്നല്ലൂർ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഈ ആൾക്കാർ, അതുപോലെ ഇന്ന് ഈ ദിനത്തിൽ ഈ പരിപാടിയുടെ അനുമോദനം ആദരവ് ഏറ്റുവാങ്ങുന്ന കാതരാക്കു ഷർണ അവர்கள், ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഭൗമ ദിനത്തോടനുബന്ധിച്ച് ACT ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ്. നമ്മുടെ പ്രദേശത്ത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഇടത്തനാട്ടുകര. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പ്രത്യേക ആശയത്തോടു കൂടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ പ്രദേശത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ACT എന്നുള്ളത് വളരെ സന്തോഷകരമായി അറിയിക്കുന്നത് വളരെ സന്തോഷം. ഒരുപക്ഷെ വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുക്കാൻ വിഷമിച്ചിരിക്കുന്ന ഒരു വലിയൊരു ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്ന ഈ പകൽ വീട് സംവിധാനം. അതിന് ഈ പ്രദേശത്തെ രക്ഷിതാക്കളും നാട്ടുകാരും നൽകുന്ന പ്രോത്സാഹനം വളരെ മികവുറ്റതാണ് എന്നുള്ളത് നേരിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിന് നേതൃത്വം നടത്തുന്ന ഏലുവാക്കാരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഏലുവാക്ക പല പരിപാടികൾക്കും എന്നെ നിരന്തരം ക്ഷണിക്കുന്നതാണ്. അപ്പോഴൊക്കെ എന്തെങ്കിലും തിരക്കുകൾ കാരണം ഞാൻ ഒഴിവ് പറഞ്ഞ് മാറി നിൽക്കാറാണ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ നിർബന്ധത്തോടു കൂടി ഇന്ന് നിർബന്ധമായും ഇവിടെ എത്തണം എന്ന് പറഞ്ഞത് കാരണം ഓടിയെത്തിയതാണ്. ഇന്നും കുറെ തിരക്കുകളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോകാൻ ഇരിക്കുകയായിരുന്നു, 10 മണിക്ക് പോകാനിരിക്കുന്നു. ഇതിനൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ യാതൊരു ഒഴിവൊഴിവും പറയാൻ കഴിയില്ല. ഇത് നിർബന്ധമായിട്ട് ഇവിടെ 11 മണിക്ക് തന്നെ ഭൂമി ഇപ്പൊ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നല്ലൊരു ഭാഗം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഫാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉയർത്തി കുളിക്കുകയാണ് അല്ലെ. നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി നമ്മുടെ ഭൂമി ഓരോ വർഷങ്ങളിൽ ചില മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഭൂമി നമുക്ക് ജീവൻ, വായു, ജലവും പാർപ്പവും ഭക്ഷണവും ഒക്കെ ഒരുക്കി തരുന്ന നമ്മുടെ ഭൂമി ഓരോ
കാലം കഴിയുന്നതോറും അതിന്റെ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നാം കണ്ടതുപോലെ കഴിഞ്ഞ വർഷം മഴ പെയ്യുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നു, ചൂടാണെങ്കിൽ നല്ല ചൂട്, അസഹ്യമായ ചൂട്. അതോടൊപ്പം ഭൂമി പ്രതികരിച്ചു തുടങ്ങിയതിനാൽ വയനാട്ടിലെ കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച ആ ഉരുൾപൊട്ടൽ എത്ര കുടുംബങ്ങളെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ആ ആദരിക്കൽ ചടങ്ങാണ്. ആദരിക്കുന്നതിന് ഫൈസൽ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അത് ഏറ്റുവാങ്ങുന്നതിന് ശർമ്മ ടീച്ചർ അവരുകളെ കഴിഞ്ഞ വർഷം വനമിത്ര അവാർഡ് നേടിയിട്ടുള്ള 5000-ലധികം വൃക്ഷ വഴിയോരങ്ങളിലും മേലാറ്റൂർ പോലീസ് സ്റ്റേഷന് മുന്നോട്ടും ഒരുക്കിക്കൊണ്ടും അതേപോലെ തന്നെ ആ പുഴയുടെ ഭാഗങ്ങളിൽ കുളക്കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും 25,000 രൂപയും ടീച്ചറെ അവരുകളെയാണ് ആദരിക്കുന്നത്. ഈ ചടങ്ങിന് സംസാരിക്കുന്നതിന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥലവുകളെ സാധാരണ ക്ഷണിക്കുന്നു. അബ്ദുൽ ഖാദർ, ഉഷ, ഈ 3 മഹൽ വ്യക്തികളും നമ്മുടെ സ്ഥാപനമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് ടീച്ചറോട് പറയാൻ ആ പാടിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമാണ്. നമ്മുടെ എത്തിങ്ങാന സ്കൂളിന്റെ പ്രഥമ അധ്യാപകൻ ഷംസീർ സാർ, അതുപോലെ വേദിയിൽ വിശിഷ്ടായിരിക്കുന്ന നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനും കവിയും നമ്മുടെ പൂർവ്വകാല സഹോദരനുമായിട്ടുള്ള മധു സാറ്, ശർമ്മ ടീച്ചർ, മറ്റ് ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ലോക ഭൗമ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വെട്ടത്തൂർ ഓറിയന്റൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് നമ്മൾ കേരളസായുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കാമെന്നുള്ള ഒരു ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലൂടെ എത്തിച്ചേർത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന് ഇതിന്റെ കാര്യദർശികളെയും ഇവിടുത്തെ സ്റ്റാഫുകളെയും മറ്റെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ. അതോടൊപ്പം നമുക്കറിയാം, ഷഫീഖ് സാറ് കുറച്ച് തിരക്കുകളോട് കൂടെ കൊടുക്കില്ല, നമ്മളെ ഭൗമദിനത്തോടാണ് ലോക ഭൗമദിനം. സാധാരണ നമ്മൾ ഒരു ഇയറിൽ 2 പ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ നമ്മൾ ആചരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്നാണ് കൂടുതൽ വൃക്ഷത്തൈകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ മണ്ണിൽ വിളയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭൗമദിനത്തെ കുറിച്ചിട്ട് ഞാനിവിടെ വരാൻ കാരണം, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭൗമ മന്ത്രാലയമുണ്ട്. ആ ഭൗമ മന്ത്രാലയത്തിന്റെ കീഴിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലൊക്കെ പുതുതായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു സർക്കുലർ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഓറിയന്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയും ആ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വ്യവസായവുമായിട്ട് ബന്ധപ്പെടുന്നതും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നതും. അപ്പൊ ഞാൻ ഈ ACT ട്രെയിനിങ് കോളേജിനെ കുറിച്ച്, ട്രെയിനിങ് റിഹാബിലിറ്റേഷൻ സെന്ററിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിച്ചു. ഇനിയും കുറെ പഠിക്കാറുണ്ട്. വ്യവസായത്തിന്റെ ഒക്കെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പരിമിതികളും നമുക്ക് അതിലുണ്ടാവും. അപ്പൊ ഈ പരിമിതികളൊക്കെ മറിച്ചുകൊണ്ട് ഒരു നല്ല ഒരു റിഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏനു സാഹിബിന് കഴിയട്ടെ. അതിന് ആത്മാർത്ഥമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നോ അതെല്ലാം ഈ ട്രസ്റ്റിന്റെ ഭാഗത്ത് എന്റെ വ്യക്തിപരമായിട്ടും എന്റെ സംഘടനാപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇവിടെ ഏകദേശം 71ഓളം കുട്ടികൾ നമ്മള് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഏനു സാഹിബിനെ ഇവിടെയുള്ള രക്ഷിതാക്കളെയും
വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്, പിന്നെ നമുക്കൊരു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ പരിശീലിപ്പിക്കാം, യാതൊരുവിധ ഫീസും ഈടാക്കാതെ പരിശീലിപ്പിക്കാനുള്ള ഒരു സംവിധാനം കേന്ദ്ര സാമൂഹ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ എന്നോ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ ആളുകൾക്ക് അതിന്റെ ഫണ്ട് എങ്ങനെയാണ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ പല ജില്ലകളിൽ നടത്തി പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്നതോടുകൂടെ ഞാൻ NSIനോട് പറഞ്ഞു, ഇങ്ങനെ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം, മറ്റു പല രീതിയിലുള്ള ട്രെയിനിങ് ഇതെല്ലാം നടത്തി കൊടുക്കാനുള്ള ഒരു ശ്രമം ഞാൻ നിങ്ങളുടെ ഭാഗമായിട്ട് നിന്ന് ചെയ്തു തരാൻ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ വന്നിട്ടുള്ളത് മഹിളകളാണ്. ഈ മഹിളകൾക്കൊക്കെ പ്രധാനമായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലോ മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം കിട്ടും. ആ സ്ഥായിയായിട്ടുള്ള വരുമാനം കൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ ഈ പറയുന്ന ഇവിടെയുള്ള കുട്ടികൾക്കും കഴിയും, അവരുടെ രക്ഷിതാക്കന്മാർക്കും കഴിയും. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം ഈ ദേശീയ കരകൗശല മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്കാർക്കും ചില പരിചയം ഉണ്ടാവും. ആ ദേശീയ കരകൗശല മിഷന്റെ കീഴില് നമ്മൾ ആർട്ടിസാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. നമ്മളിപ്പോ സാധാരണ നമ്മൾ എടുക്കുന്ന ഈ ആധാർ കാർഡ് പോലുള്ള നമ്മുടെ പാൻ കാർഡ് പോലുള്ള കാർഡ്, അതുപോലെ നമ്മൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇപ്പൊ ഒരു ടൈലർ ആണെങ്കിൽ ആ ടൈലർക്ക് ഇയാൾ ടൈലറിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുള്ളൊരു കാർഡ്, അതല്ലെങ്കിൽ ഒരു കൊല്ലപ്പണിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കാർപ്പന്റർ ആശാരിയാണ്, ഒരു ഗോൾഡ് സ്മിത്ത് ആണ്, ബ്ലാക്ക് സ്മിത്ത്, ഇങ്ങനെയുള്ള എന്തൊക്കെ കരകൗശല മേഖലയിൽ കൊട്ടമുടയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല പാരമ്പര്യമായിട്ട് നെയ്ത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ കുക്കിംഗ് ആയിട്ട് തെരഞ്ഞെടുത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ പലവിധ ആളുകൾക്ക് ആർട്ടിസാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. അത് ആ കാർഡ് അതിൽ അതിശയുള്ള സംവിധാനം ഞാൻ ഇതിനേക്കാളോട് സംസാരിച്ചിട്ടുണ്ട്. സമീപ ഭാവിയിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ എത്ര പേരുണ്ട്, ഇപ്പൊ എനിക്ക് ടാർഗറ്റ് ചെയ്ത് ഒരു ജില്ലയിൽ നിങ്ങൾ 500 കാർഡെങ്കിലും കൊണ്ടുവന്ന് തരുന്നതാണ് ഡൽഹിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇൻഷാല്ലാ ഞാൻ അങ്ങനെയുള്ള കാർഡ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇതേപോലുള്ളൊരു ചടങ്ങ് ഉണ്ടാക്കിയിട്ട് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണം എന്താ വെച്ചാൽ ചോദിക്കും. നമുക്ക് അതിന് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ബാങ്കിനെ ഒരു പുതിയൊരു സംരംഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ബാങ്കിനെ സമീപിക്കും. അങ്ങനെ ബാങ്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ ബാങ്കർ ആദ്യം ചോദിക്കുന്നത് കൊളാട്ടറൽ ഉണ്ടോന്ന് ചോദിക്കാം. ഇങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്. അതായത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ 1969 എണ്ണ വാതക ചോർച്ച ഉണ്ടായിരുന്ന ഫലമായിട്ട് അവിടുത്തെ ചില സയന്റിസ്റ്റുകളും സെനറ്റിലെ നെൽസൺ എന്ന് പറയുന്ന ഗെറാൾഡ് നെൽസൺ എന്ന് പറയുന്ന ഒരു സെനറ്ററും അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളൊക്കെ അവിടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഭൗമ ദിനത്തിന് അതാത് കാലഘട്ടത്തിലുള്ള ഗവൺമെന്റുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭൗമദിനം ആചരിക്കണം എന്നുള്ള നിർദ്ദേശം വരികയും 1990 ആയതോടുകൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഭൗമദിനത്തിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ ഒരു സെമിനാറാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രശ്നം നമുക്കറിയാം, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ജല മലിനീകരണം, ശബ്ദ മലിനീകരണം തുടങ്ങി ഒരുപാട് മലിനീകരണങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം വേറെ കിടക്കുന്നു. നമ്മളിതൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ മാസം തോറും വരുന്ന ഹരിതകർമ്മസേന, നമ്മൾ അവർ വരുമ്പോൾ തന്നെ നമുക്ക് അവരൊരു പിക്ചറാണ്, അല്ലെങ്കിൽ ഇത് എടുക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ 50 രൂപ 60 രൂപ, മുനിസിപ്പാലിറ്റിന് 60 രൂപ, മറ്റേ 50 തോന്നുന്നു. ഇതൊക്കെ നമ്മൾ വാങ്ങാൻ വരുമ്പോൾ തന്നെ നമുക്ക് അവരോട് കുറിച്ചാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കാണ്. അതേപോലെ തന്നെ ഈ ഭൗമദിനത്തോടനുബന്ധിച്ച് മത്സാർ കൂടുതലായിട്ട് പറയും, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഭൗമദിനത്തോടനുബന്ധിച്ച് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്കോ വാട്സപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുന്നത് സോളാർ എനർജി. നിങ്ങൾ ഇതിൽ പല ആളുകൾക്കും എന്നെ അറിയുമായിരിക്കും. പലപ്പോഴായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏനുവക്ക ഭൗമദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ കണ്ടക്ട് ചെയ്യണം, അതിന് നിങ്ങൾ തന്നെ സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഏനുവക്കനോട് പറഞ്ഞു, അതിന് ശാസ്ത്രം പഠിപ്പിക്കുന്ന ഏതെങ്കിലും അധ്യാപകരെയൊക്കെ വിളിച്ചാൽ പോലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ തന്നെ വരണം എന്നുള്ള
സ്നേഹസമ്പൂർണമായിട്ടുള്ള ക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ മേഖല സാഹിത്യമാണ്, കവിതയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കാറുള്ളത്, എഴുതാറുള്ളത്. എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ ഒക്കെ ഞങ്ങൾ വാചാലരാവാറുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അതിപ്രശസ്തമായൊരു കഥയുണ്ട്, ഭൂമിയുടെ അവകാശി. വായിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല, ഈ സകല ചരാചരങ്ങളുടെയും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല ചരാചരങ്ങളുടെയും അവരുടേത് കൂടിയാണ് ഈ ഭൂമി എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സിനിമാ ഗാനങ്ങളും കവിതകളും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പലപ്പോഴും പ്രകൃതി നമ്മോട് നമുക്ക് അറിയാം. അത് പ്രളയത്തിന്റെ രൂപത്തിലായിരിക്കും, കടുത്ത വേനലിന്റെ രൂപത്തിലായിരിക്കും, ഹിമപാതങ്ങൾ ഉരുകി ഒലിച്ച് നദികളിൽ വെള്ളം നിറഞ്ഞ് സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞ് അങ്ങനെ പേമാരി ആകെ സമുദ്രം കരയിലേക്ക് തിരയടിച്ചു വരുന്ന സുനാമികളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എത്രയോ അപാലവൃത്തം ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെടും, എത്രയോ ആളുകൾ മരണമടഞ്ഞു. ഈ അടുത്ത കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായ മഹാദുരന്തം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ചൂരൽമല ദുരന്തം. പ്രകൃതിക്ക് നേരെ മനുഷ്യർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രകൃതി തന്നെ തിരിച്ചടി നൽകുകയാണ് ചെയ്യുന്നത്. ഭൗമദിനത്തോടനുബന്ധിച്ച്, യഥാർത്ഥത്തിൽ 22-ാം തീയതിയാണ് ഭൗമദിനം. ആ ഭൗമദിനത്തോടനുബന്ധിച്ച് യുനെസ്കോ ഒട്ടനവധി പദ്ധതികളാണ് ആവിഷ്കാരം ചെയ്ത് ലോകമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക, പ്രകൃതിക്ക് അനുഗുണമായ രീതിയിലുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും സമൂഹത്തെ കേന്ദ്രീകരിച്ചും ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇത്തരം പ്രോഗ്രാമുകൾ ധാരാളമായി നടന്നു വരുന്നുണ്ട്. നമ്മുടെ സ്കൂളിലും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എത്ര ആളുകൾ അവനവന്റെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്? സ്വന്തം വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന എത്ര ആളുകളുണ്ട്? സെമിനാർ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്നുണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ വലിയൊരു കവചം നമുക്ക് തീർക്കാം. ഈ പ്രകൃതിക്ക് വിരുദ്ധമായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ നമ്മൾ തയ്യാറാക്കും. അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഭൂമിയുടെ ഷെയ്പ്പൊക്കെ അങ്ങനെ മാറി. JCB എന്ന് പറയുന്ന ഊറ്റൻ യന്ത്രം വന്നതോടുകൂടി നമ്മുടെ ഭൂമിയുടെ ഷെയ്പ്പൊക്കെ മാറ്റല് വളരെയധികം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കുന്നുകളും മലകളും ഒക്കെ വളരെ വേഗത്തിൽ ഇടിച്ച് നിരത്താൻ നമുക്ക് സാധിക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ, നെൽപ്പാടങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായ ഒരു വീടിന്റെ ഉമ്മറത്ത് ചെന്നു കഴിഞ്ഞാൽ വലിയൊരു വൈക്കോൽ കൂന കാണാൻ, ഒരു തൊഴുത്ത് നിർബന്ധമാണ്. എല്ലാ വീടുകളിലും തൊഴുത്തുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിത രീതിയാണ് നമ്മൾ നയിച്ചിരുന്നത്. അസുഖങ്ങൾ വളരെയധികം കുറവായിരുന്നു. ഭൂമിക്കരി കൊണ്ടാണ് പല്ല് വെച്ചിരുന്നത്. ഇന്ന് മുഴത്തിന് ദന്തൽ ക്ലിനിക്കുകളാണ്. നമ്മുടെ പല്ല് അല്ലേ, അന്ന് ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ കുറവായിരുന്നു. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കുറവായിരുന്നു. മാരകമായ
ധാരാളം അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പിടികൂടുമ്പോൾ ഊടുപോലെ നമ്മുടെ ആശുപത്രികൾ മുളച്ച് പൊങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആഹാര രീതിയിലുള്ള മാറ്റം എന്ത് സംഭവിക്കുന്നു? നമ്മളെയൊക്കെ അസുഖബാധിതരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള കൃഷി ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയെ സംരക്ഷണം എന്ന് പറയുന്നത് ആ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾക്ക് അറിയാതെ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാകും. ആ സ്നേഹമാണ് നമ്മളെയെല്ലാം മുന്നോട്ട് നയിക്കുന്ന വികാരം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നാണ് ആശാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ സ്നേഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ ആ ഒരു പറുദീസയിൽ നീതിത്തുടിക്കാൻ നമുക്കെല്ലാം കഴിയുമെങ്കിൽ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. പ്രകൃതിയാണ് എനിക്ക് ഏറ്റവും പ്രിയനാം ഗുരുനാഥൻ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ആരായിരിക്കണം? പ്രകൃതിയായിരിക്കണം. ആ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. ആ പ്രകൃതിയിലാണ് നമ്മൾ പിറന്നു വീഴുന്നത്. ആ പ്രകൃതി എന്നാകണം എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.